BJPയുടെ നേതൃത്വത്തിൽ ഈ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിലുള്ള മാർച്ച്. കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ ഒരു വളരെ പ്രത്യേകതകളുള്ള ഒരു പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനും കാണില്ല ഇത്തരത്തിലുള്ള പ്രത്യേകത. കാരണം ഈ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ ഇവിടുത്തെ CIയുടെ കീഴിൽ സ്ത്രീകൾക്കെതിരായി അക്രമങ്ങൾ ഉണ്ടായാൽ ഒരു കുഴപ്പമില്ല. ഒളിക്യാമറ, സ്ത്രീകൾ കുളിക്കുന്നിടത്ത്, വസ്ത്രം മാറുന്നിടത്ത് ഒളിക്യാമറ വെച്ചാൽ അതിവിടുത്തെ CIമാന് ഒരു കുഴപ്പമില്ല. ശ്രീകൃഷ്ണ ജയന്തിയിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ ഈ പോലീസ് സ്റ്റേഷനിൽ അത് കുറ്റമല്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള കേരളത്തിലെ അപൂർവ പോലീസ് സ്റ്റേഷനിലൊന്നാണ് ഈ പോലീസ് സ്റ്റേഷൻ. ഇവിടെയുള്ള CI എന്ന് പറയുന്ന മഹാനുണ്ട്. ആ മഹാന് പ്രത്യേകമായ ചില അവാർഡുകൾ കൊടുക്കാനുണ്ട്. അത് സംസ്ഥാന സർക്കാരിനോട് ശുപാർശ ചെയ്യണം. കാരണം വളരെ അപൂർവം മുതലുകളെ ഇത്തരത്തിലുള്ള ആളുകളുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇവിടെ കഴിഞ്ഞ മാസം ഉണ്ടായത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടക്കുമ്പോൾ നാമം ജപിച്ചുകൊണ്ട് റോഡിലൂടെ പോകുന്ന ആളുകളെയാണ് CPMന്റെ തെമ്മാടികൾ വന്നിട്ട് ആക്രമിച്ചിട്ടുള്ളത്. CPMനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, ഒരു പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ല. റോഡിലൂടെ കൃഷ്ണനാമങ്ങളും രാമനാമങ്ങളുമായി പോകുമ്പോൾ ഇത് കേട്ടപ്പോൾ മയക്കുമരുന്നും കഞ്ചാവും MDMAയും സ്ഥിരമായി അടിച്ചു നടക്കുന്ന ചില CPMന്റെ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് അവർക്ക് സഹിച്ചില്ല. അവരാണ് ആ കൃഷ്ണവേഷം ധരിച്ച കുട്ടികളെ ഉൾപ്പെടെ, ഗോപിക വേഷം ധരിച്ചവരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്തിട്ടുള്ളത്. അവിടെ അനൗൺസ്മെന്റ് വണ്ടി അടിച്ചു പൊട്ടിക്കുന്നു. വേഷം ധരിച്ച കുട്ടികളെ, അതിലൊരു പെൺകുട്ടിയെ പിടിച്ച് ആ പെൺകുട്ടിയുടെ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കുന്നു. വളരെ ഗുരുതരമായി പരിക്കേറ്റ ഒരു ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ കുറ്റ്യാടിയിൽ നിന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോകണമെന്ന. അപ്പോൾ തന്നെ ഇവിടുത്തെ ചില പോലീസുകാർ വന്ന് മൊഴിയെടുത്ത് പോയല്ലോ. ആ പെൺകുട്ടിയുടെ മൊഴിയുണ്ടായിരുന്നു, അവിടുത്തെ ദൃക്സാക്ഷികളുടെ മൊഴിയുണ്ടായിരുന്നു. ആക്രമിച്ച ആളുകൾ ആരാണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താണോ ഈ കുറ്റ്യാടിയിലെ പോലീസുകാർക്ക് അതിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്? വലിയ തിണ്ണമുടക്കുള്ള പോലീസുകാരാണല്ലോ. BJPയുടെ പ്രവർത്തകരെ, ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് OP മഹേഷിനെ ഉൾപ്പെടെ, ഞങ്ങളുടെ വിനീത് നെട്ടൂരിനെ ഉൾപ്പെടെ എന്താണ് അട്ടുച്ച നേരത്തോടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ പിടിച്ചുകൊണ്ട് പോകാൻ കാണിച്ച നിങ്ങൾ തിണ്ണമുടക്കുണ്ടല്ലോ. എന്താണോ ഈ CPMകാരെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കാണിക്കാത്തത്? ഈ തിണ്ണമുടക്ക് എന്താണോ നിങ്ങൾ CPMകാരെ കാണിക്കാത്തത്? കേരളത്തിന്റെ പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള കുറെ എംബോക്കി പോലീസുകാരുണ്ട്. ഇവന്മാരുടെയൊക്കെ നിക്കർ പരിശോധിച്ചാൽ ഇപ്പോഴും അരിവാൾ ചുറ്റിക നക്ഷത്രം പ്രിന്റ് ചെയ്തിട്ടുള്ള നിക്കർ എടുത്തുകൊണ്ടിരിക്കുന്ന ചില എംബോക്കി പോലീസുകാരുണ്ട്. ഇവിടുത്തെ കൈലാസനാഥനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ മാർച്ചിൽ പേരെടുത്ത് സംസാരിച്ചപ്പോൾ ചില പോലീസുകാർ പറഞ്ഞു, അത് കൈലാസനാഥനെ നിങ്ങളങ്ങനെ പേരൊന്നും എടുത്ത് പറയരുത്. അദ്ദേഹം ഒരു പാവാണ്, വളരെ മാന്യനാണ്, അദ്ദേഹം ഗതികേട് കൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് എന്നാണ് കൈലാസനാഥനുമായി വളരെ വേണ്ടപ്പെട്ട ചില പോലീസുകാർ പറഞ്ഞത്. അത്ര വലിയ കൈലാസനാഥ, അത്ര വലിയ ഗതികേടാണ് എങ്കിൽ CPMകാരെ പറയുന്ന തിട്ടൂരം ഗതികെട്ടിട്ടാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത് എങ്കിൽ അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ കൈലാസനാഥ തോപ്പി ദൂരെ ഇറങ്ങി പോകാനുള്ള മനസ്സ് കാണിക്കണം. അതാണ് മര്യാദ. അല്ലാതെ CPMന്റെ ഭാഗത്തുനിന്നുണ്ടായ സമയത്ത് ആ സംഭവത്തിനെതിരായിട്ട് സംഭവത്തിൽ പ്രതികളായിട്ടുള്ളവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും മാതൃകാപരമായ നടപടി സ്വീകരിക്കാനും ബാധ്യതയുള്ള കുറ്റ്യാടി പോലീസ് അത് നടപ്പിലാക്കാതെ പ്രതികളായിട്ടുള്ള ക്രിമിനൽസിന് അവർക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കി കൊടുക്കാനും ഒളിക്കേന്ദ്രങ്ങളിൽ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടി പോലും പോലീസ് സഹായിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും നികൃഷ്ടമായിട്ടുള്ള, ഇത്രയും നീതികേട് കാണിക്കുന്ന ഒരു പോലീസ് സംവിധാനം ഈ കുറ്റ്യാടിയുടെ ചരിത്രത്തിൽ ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ടായതിനു ശേഷം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ പോലീസ് സ്റ്റേഷന്റെ ചരിത്രത്തെ അങ്ങേയറ്റം മലീമസമാക്കുന്ന നടപടിയാണ് കുറ്റ്യാടി CI ശ്രീമാൻ കൈലാസനാഥൻ ഇവിടെ സ്വീകരിച്ചിട്ടുള്ള നടപടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഒരു സ്ത്രീയെ സമൂഹത്തിൽ അനാവശ്യമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കേസെടുക്കാൻ വകുപ്പുകളുള്ള, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുന്ന പോലീസ്, അങ്ങനെയുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല നടന്നിട്ടുള്ളത്. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര എന്ന് പറയുന്നത് ലക്ഷാവധി വരുന്ന ഹിന്ദു ഭക്തജനങ്ങളുടെ
ആദർശത്തിന്റെയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള